ശ്രീ വി ആർ അനൂപ് കോൺഗ്രസിന്റെ ഭാഗമായിരുന്ന കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിങ്ങളുടെ പാർട്ടിയിലില്ല. പക്ഷെ ഇപ്പോഴും MLA ആയി തുടരുകയാണ്. പരാതി വന്നപ്പോൾ തന്നെ പരാതിയിൽ പോലീസ് കേസെടുക്കും മുമ്പ് പുറത്താക്കിയല്ലോ എന്നുള്ളത് കോൺഗ്രസിന്റെ നല്ലൊരു ന്യായമാണ്. പക്ഷേ MLA ആയി തുടരരുത് എന്ന ഉറച്ച ശബ്ദം നേതാക്കളിൽ നിന്ന് എന്തുകൊണ്ട് കേൾക്കുന്നില്ല അനൂപ്? സ്മൃതി, കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒന്നും ഒളിപ്പിച്ചു വെക്കാനില്ല. കോൺഗ്രസ് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയാൻ ഞങ്ങൾ തയ്യാറാണെന്നേ. അതുകൊണ്ടല്ല ഞങ്ങളിങ്ങനെ ചർച്ചയെ അഭിമുഖീകരിക്കാൻ തയ്യാറായി കോൺഗ്രസ് പാർട്ടി പ്രതിനിധികളെ അയക്കുന്നത്. സമാനമായ സാഹചര്യങ്ങളിൽ മറ്റു സംഘടനകളൊക്കെ ചർച്ച ബഹിഷ്കരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാൻ കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ വിഷയത്തിൽ ഞങ്ങളെടുത്ത നിലപാടുകൾ എണ്ണി എണ്ണി പറയാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമുള്ളത് കൊണ്ട് തന്നെയാണ് ചർച്ചയെ അഭിമുഖീകരിക്കുന്നത്. ഞങ്ങൾ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യ ആരോപണം പൊതുമധ്യത്തിൽ വന്നപ്പോൾ തന്നെ അയാളെ ഞങ്ങളെ ഏൽപ്പിച്ച രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ നീക്കം ചെയ്തു. അതിനുശേഷം ഒന്ന് രണ്ട് പരാതികൾ കൂടി വന്ന സാഹചര്യത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ രാഹുലിനെ ഒഴിവാക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞാൽ താങ്കൾക്കറിയാം, അദ്ദേഹം കോൺഗ്രസ് രാഷ്ട്രീയം പറയണമെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വം അദ്ദേഹത്തിന് ഉണ്ടാകണം. ഈ ഇന്ത്യയിലുള്ള ലക്ഷോപലക്ഷം കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗങ്ങളിൽ അദ്ദേഹമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു ബാധ്യതയും നിലവിലില്ല. ഞങ്ങളക്കാര്യം ഇന്ന് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാപരമായി ചെയ്യാവുന്നതിൻ്റെ പരമാവധിയിലാണ് ഞങ്ങൾ ആ നടപടി സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സ്വീകരിച്ച പോലെ സമാന സാഹചര്യങ്ങളിൽ മറ്റുള്ളവർ എന്ത് സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷെ ഞങ്ങൾക്ക് വളരെ കൃത്യമായി ആധികാരികമായി ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ കഴിയും, ഞങ്ങൾ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞങ്ങൾ അന്ന് ആ നടപടി സ്വീകരിച്ചത് കൊണ്ടാണ് സ്മൃതി ഇന്ന് ഇരകൾക്ക് ആത്മവിശ്വാസത്തോടെ കൂടുതൽ ഇരകൾ മുന്നോട്ട് വരാൻ കാരണം. ഞങ്ങളന്ന് പറയുകയാണ്, ഇയാളെ ഞങ്ങൾ സംരക്ഷിക്കും, രാഷ്ട്രീയമായും നിയമപരമായും സംരക്ഷിക്കും, രാഷ്ട്രീയമായ സംരക്ഷണം ഒരുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ ഇരകളിൽ പലരും മുന്നോട്ട് വരുമായിരുന്നോ എന്നുള്ളതാണ് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. ഞങ്ങൾ അയാളെ ഡിസോൺ ചെയ്തതുകൊണ്ട്, ഞങ്ങൾ അയാളെ കൈവിട്ടത് കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സാഹചര്യവുമായി ഈ കേസ് മുന്നോട്ട് പോകാനുള്ള കാരണം. ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഞങ്ങളുടെ സാമൂഹിക പ്രതിബദ്ധത തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അല്ല, MLA ആയി തുടരേണ്ടതില്ല എന്നൊരു അഭിപ്രായം നിങ്ങൾക്ക് പറയാമല്ലോ. നിങ്ങളുടെ ഭാഗമല്ല എങ്കിൽ കൂടി നിങ്ങളുടെ ഭാഗമല്ലാത്ത രാഷ്ട്രീയ പ്രവർത്തകർക്കേറെ നിങ്ങൾ എത്രത്തോളം പ്രതികരിക്കാറുണ്ട്, എത്ര വിഷയങ്ങളിൽ നിങ്ങൾ പ്രതികരിക്കാറുണ്ട്. MLA ആയി തുടരാൻ അർഹനല്ല എന്ന് ഉറച്ചു പറയാത്തത് എന്തുകൊണ്ടാണ് അനൂപ്? അല്ല, ഈ നടപടി എടുത്ത സമയത്ത് തന്നെ KPCC പ്രസിഡന്റ് പറഞ്ഞത് സ്മൃതി ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്താണ്, ഇനി തുടരുന്നതിൽ അർത്ഥമില്ല എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു. ഞങ്ങൾക്ക് MLA സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള അധികാരം ഇല്ല എന്നത് മാത്രമാണ് അതിന്റെ അർത്ഥം. അയാൾ MLA ആയി തുടരണമെന്ന് ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അയാൾ ഞങ്ങളുടെ പാർട്ടിയുടെ ഭാഗമല്ലാത്തത് കൊണ്ട് അയാൾക്ക് ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നുള്ള സാങ്കേതികത്വത്തിന്റെ പ്രശ്നം ഞങ്ങൾ പറയുന്നു. പീഡിപ്പിച്ച് നടന്നിരുന്ന കാലം, അതായത് പാർട്ടിയുടെ ഭാഗമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്ന കാലത്തിൽ രാഹുലിന് ഇവിടെ നിന്നൊക്കെ സഹായം ലഭിച്ചിട്ടുണ്ട്. പാർട്ടി സംവിധാനങ്ങളെ എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിൽ ദുരുപയോഗം ചെയ്തു അതും പരിശോധിക്കണ്ടേ? ഇപ്പോൾ ഈ വയനാട്ടിലെ ദുരന്ത ബാധിതർക്കുള്ള ഫണ്ടുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പരാതിക്കാരിൽ നിന്ന് പണം മേടിച്ചതടക്കം ഉള്ള ചില വിവരങ്ങൾ വരുന്നു. അതുകൂടാതെ അയാൾ അവിടേക്ക് കിട്ടിയ പണം എങ്ങനെ ഉപയോഗിച്ചു, ഇപ്പോൾ അവിടെ വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടില്ല എന്നുള്ളത് യൂത്ത് കോൺഗ്രസിന് എതിരെ വരുന്ന ഒരു ആരോപണമാണ്. അതുകൂടി ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട്. പിന്നെ ഈ പരാതിയിൽ പറയുന്ന മറ്റൊരു കാര്യം, വടകരയിലെ ഒരു ഫ്ളാറ്റിലേക്ക് ക്ഷണിച്ചു എന്നുള്ളതാണ്. വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ളാറ്റ് ഉണ്ടോ? വടകരയിൽ ഫ്ളാറ്റുള്ള നേതാവാര്, രാഹുൽ മാങ്കൂട്ടത്തിലുമായി അടുപ്പമുള്ള നേതാവാര് എന്ന ചോദ്യം അവിടെ നിന്നും ഉയരുമ്പോൾ, ഡിവൈഎഫ്ഐയിൽ നിന്ന് ഉയരുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും കോൺഗ്രസ്. ഇപ്പോൾ ഞങ്ങളുടെ ഭാഗമല്ല എന്ന മറുപടി അത് മതിയാവില്ല അനൂപ്. അല്ല സ്മൃതി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ അടുപ്പക്കാരനല്ലേ P ശശി? ഈ മലപ്പുറം സമ്മേളനത്തിൽ VS അച്യുതാനന്ദനെ പോലെ വന്ധ്യവയോധികനായ ഒരു നേതാവ് CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞതിനെ വകവയ്ക്കാതെ അങ്ങേയറ്റം P ശശിയെ പ്രൊട്ടക്ട് ചെയ്യുന്ന, സംരക്ഷിക്കുന്ന സമീപനം എടുത്ത ഒരാളാണ്. അത് രാഷ്ട്രീയമായ ഒരു സാഹോദര്യത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ അർത്ഥം
പി ശശിക്ക് CPM പാർട്ടിക്കകത്ത് നടത്തിയ ഈ കൊള്ളരുതായ്മകളുടെ ഒക്കെ ഉത്തരവാദിത്വത്തിൽ പിണറായി വിജയനെ നിങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുന്ന അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നാണോ? അത് ഒരിക്കലും ബാലിശമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് അയാളുടെ ഉത്തരവാദിത്തമാണെന്നേ. അതിന്റെ പേരിൽ ഷാഫി പറമ്പിലിനെ വേട്ടയാടാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ പിണറായി വിജയൻ പി ശശിയുടെ പേരിൽ ഉത്തരം പറയേണ്ടി വരും. പി ശശി എന്ന നിസ്സാരക്കാരനാണോ? നിയമപരമായ ഒരു നടപടികളിലേക്ക് കടക്കുക എന്നൊന്നുമല്ല ഞാൻ ചോദിച്ചത്. കോൺഗ്രസ് അകത്തെങ്കിലും അത് പരിശോധിക്കേണ്ടതല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ തോന്നിവാസം നടത്തി ആരുടെ സഹായം ലഭിച്ചു എന്ന് പാർട്ടി ആഭ്യന്തരമായി പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ ഒരു പരിശോധന പാർട്ടി നടത്തിയിട്ടുണ്ടോ അനൂപ്? അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയുന്നത് നിയമപരമായും നൈതികമായും ആണ്. ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലുള്ളപ്പോൾ അദ്ദേഹത്തോട് സൗഹാർദ്ദത്തോടുകൂടി പെരുമാറുകയും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുകയും അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്ത പല നേതാക്കന്മാരുണ്ട്. അത് ഈ പറയുന്ന അതിന്റെ അർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ഉത്തരവാദിത്വം അവർക്കാണ്. അവർ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ ഈ പരാതിയിലെ വാചകം മാത്രമാണ് അനൂപ് ചോദിക്കുന്നത്. വെറുതെ കാടടച്ച് പിടിവെക്കാനൊന്നും ഞാൻ തയ്യാറായിട്ടില്ല. ഞാൻ ആകെ ചോദിച്ചത് ഈ പരാതിയിൽ പറയുന്ന വടകരയിലെ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ വടകരയിൽ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ ഫ്ലാറ്റ് ഇല്ല എന്ന്. അവിടേക്ക് വരാൻ ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു ക്ലാരിറ്റി പാർട്ടിക്ക് വേണ്ടേ എന്നാണ് ചോദ്യം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. വടകരയിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് വരികൾക്കിടയിലൂടെ പറയാൻ സ്മൃതി അങ്ങനെ പറഞ്ഞു എന്നല്ല. CPM ഈ പറയുന്ന സംശയത്തിന്റെ നേരിലാക്കാൻ ശ്രമിക്കുന്ന ആരാ? വടകരയിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഫ്ലാറ്റ് ഇല്ലെങ്കിൽ ആ ഫ്ലാറ്റ് ഷാഫി പറമ്പിലിൻ്റെതാണ് എന്ന് എന്താണ് ഉറപ്പ്? വടകരയിൽ രാഹുലിന് ഒരു ഫ്ലാറ്റ് സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധിക്കാതിരിക്കുമോ? ഇവിടെ ഇത് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമനാണ് എന്ന് പറയുന്നത് പോലെ ഇത് എങ്ങനെയും ഷാഫി പറമ്പിലേക്ക് എത്തിക്കണം. ആ അജണ്ട ഞങ്ങൾക്ക് അനുവദിച്ചു തരാൻ കഴിയില്ല. ഡിവൈഎഫ്ഐ വിടൂ. ഞാൻ പരാതിയിൽ പറഞ്ഞ കാര്യമാണ് ചോദിച്ചത്. Debate with Smriti Parathikar.